സീരിയൽ, സിനിമ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാരും കലാകാരികളും ഇവർക്കൊക്കെ മെയിനായിട്ടെന്ന് വെച്ചാൽ ആദ്യത്തെ സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലോ ഭയങ്കര പെട്ടെന്ന് കത്തിക്കയറാനുള്ളൊരു സമയം ഉണ്ടാവും. ഇത് കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് വരും. നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇപ്പം സീരിയലും സിനിമയിലും വരുന്ന ആൾക്കാർ നല്ല ഗ്ലാമറുള്ള ആൾക്കാരാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ കണ്ണുവയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പറയണമെന്നുള്ളത്. കാരണം പണ്ടത്തെ ഭാഷയിൽ പറയുന്ന വാക്കാണത്. കണ്ണ് കിട്ടാന്ന് പറയാൻ അതിന് ദൃഷ്ടിദോഷം എന്ന് പറയും. ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ്റെ ഇതിൽ പറയുമ്പോൾ ദൃഷ്ടിദോഷം എന്ന് പറയും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയ സീരിയലിലേക്ക് വിളിക്കാതെ വരിക, സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ വരിക, പിന്നെ എന്താ പറയുക ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, പിന്നെ ശരീര അസ്വസ്ഥതകൾ അനുഭവപ്പെടുക, പിന്നെ നമുക്ക് അഭിനയിക്കാൻ ഒരു മനസ്സുണ്ടാവാതിരിക്കുക, അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സംഖ്യാശാസ്ത്രപരമായിട്ട് നമുക്ക് നല്ലൊരു കണക്ക് എഴുതി കൊടുത്ത് ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ പലർക്കും ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും 99% നമുക്കൊരു ഇത് കൊടുക്കാം. 1% ദൈവത്തിൻ്റെ കൈകളിലാണ്. കാരണം ഞാൻ ദൈവമല്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് വന്ന കുറച്ച് സിനിമ നടന്മാരും നടിമാരും സീരിയൽ നടന്മാരും നടിമാരൊക്കെ എൻ്റെ അടുത്ത് വന്ന ഒരാളാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്രയോജനം കിട്ടിയത് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾക്ക് പുതിയ സീരിയലിലോ സിനിമയിലോ അഭിനയിക്കാനുള്ള നല്ല ടാലൻ്റുള്ള കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ സിനിമയിലും സീരിയലും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയറാക്കി ചെയ്ത് ഇനി പുതിയ പുതിയ സീരിയലും സിനിമയിലും ഒക്കെ അഭിനയിക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇതില്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവർക്കും അത് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ്.